പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസത്തിലേക്ക് അങ്ങയുടെ മക്കളെ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശക്തമായ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും അങ്ങയോട് ചേർന്നിരുന്ന് ദാനിയേലിനോട് ചേർന്ന് വലിയ കൂട്ടായ്മയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും കുരിശുമരണത്തിന്റെ അനന്തയോഗ്യതയും അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്തയോഗ്യതയും തിരുമുറിവുകളുടെ ശക്തിയും അങ്ങ് ഏറ്റെടുത്ത പീഡാസഹനത്തിന്റെ യോഗ്യതയും ദിവ്യകാരുണ്യത്തിന്റെ വലിയ ശക്തിയും ഉദാശകളിൽ നിറയപ്പെട്ട ദൈവവര പ്രസാദത്തിന്റെ അതിസ്വാഭാവികമായ ശക്തികളും എല്ലാം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സാന്നിധ്യത്തില് ദിവ്യകാരുണ്യ ഈശോയെ അങ്ങേ തിരുസന്നിധിയില് ഈ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി വന്നു. ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളുടെ കൂടെ, ജോലി, പഠനം, അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലകള്, കുടുംബജീവിതം, ഭാവി ജീവിതം, എല്ലാറ്റിന്റെ കൂടെ ഈശോയെ അങ്ങുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിജയം നൽകാൻ വേണ്ടി അങ്ങ് വന്നു. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങയുടെ ജനത്തിന്റെ കൂടെ, അങ്ങയുടെ മക്കളുടെ കൂടെ വസിച്ചുകൊണ്ട് ആ മക്കളെ വിജയത്തിലേക്ക് നയിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറമ്യ 1:18 അങ്ങ് ജെറമ്യയോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായി ഉറപ്പിച്ചിരിക്കുന്നു. അവർ നിനക്കെതിരെ യുദ്ധത്തിന് വരും, എന്നാൽ ജയിക്കത്തില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന ഈ വാഗ്ദാനം വീണ്ടും വീണ്ടും അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ വലിയ അഭിഷേകത്തിനായിട്ട് തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ നിങ്ങളുടെ അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളൊക്കെയും വലിയ വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയില് കർത്താവെ അങ്ങ് ഇടപെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ നൽകി. കർത്താവെ, ദാനിയേൽ അങ്ങ് അനുഗ്രഹിച്ചു. അവന്റെ പ്രാർത്ഥനയിൽ അങ്ങ് ഉത്തരം നൽകി. മാലാഖയെ അയച്ചു, തടസ്സങ്ങൾ മാറ്റി, ദൂതന്മാരെ പരാജയപ്പെടുത്തി. പക്ഷേ ആ രാജ്യത്തിന്റെ കാവൽ ദൂതനെ പരാജയപ്പെടുത്തി. യവന രാജ്യത്തിന്റെ കാവൽ ദൂതനെ പരാജയപ്പെടുത്തുവാൻ ദൂതന്മാരെ അയച്ചു. കർത്താവെ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ദൂതന്മാരെയും, എല്ലാ ശക്തികളെയും, എല്ലാ ആധിപത്യങ്ങളെയും, എല്ലാ അധികാരങ്ങളും തകർത്തെറിയാൻ കർത്താവേ, അങ്ങ് തന്നെ അങ്ങ് ദൂതനെ അയച്ചാലല്ലോ ഞങ്ങളെ സ്നേഹിച്ചത്. അങ്ങ് അങ്ങയെ തന്നെ തന്നാണല്ലോ ഞങ്ങളെ സ്നേഹിച്ചത്. ഈ ക്രിസ്മസിന്റെ ഉന്നതമായ ചൈതന്യത്തില്, ഈ ആഗമന കാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അങ്ങയെ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഞങ്ങളെ നശിപ്പിക്കാൻ, തകർക്കാൻ ഒരു ശക്തിക്കും ഇടയാകാതിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പ്രത്യേകമായ വിധത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ, ജോലി, ഉദ്യമങ്ങൾ, ബിസിനസ്, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രവൃത്തികളിലും ഉന്നതമായ വിജയം ഉണ്ടാകണം. ഞങ്ങളുടെ മക്കൾ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, തടസ്സങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ എല്ലാം അങ്ങ് അഴിച്ചു മാറ്റണം. കർത്താവേ, യെശയ്യാ 22:22 വചനം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അങ്ങയുടെ കയ്യിലുണ്ട്. അങ്ങ് തുറന്നാ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അങ്ങ് അടച്ചാ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. പരിശുദ്ധനും ബലവാനും ദാവീദിന്റെ ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനുമായ സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ദിവ്യ കാരുണ്യനാഥ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ.
ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളെ ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെ, ആ മേഖലകളെ കർത്താവെ അങ്ങയുടെ ശക്തി പ്രകടമാക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന, പരാജയത്തിലേക്ക് നയിക്കുന്ന, വളരാൻ പറ്റാത്ത വിധത്തില് തകർത്ത് തടസ്സപ്പെട്ടി ഇരുത്തിയിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ നമുക്ക് പ്രാർത്ഥിച്ച് നിർവീര്യമാക്കി ബഹിഷ്കരിക്കാൻ സാധിക്കും. പഠിക്കുന്ന മക്കൾ എന്തുമാത്രം പഠിച്ചിട്ടും പരീക്ഷയിൽ എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ, അതോടൊപ്പം തന്നെ ഒത്തിരി പഠിച്ചിട്ടും പരീക്ഷയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ തോറ്റുപോകുന്ന മക്കൾ. ഇനി ചില മക്കൾ പരീക്ഷ ജയിച്ചു, എന്നാലും വേണ്ട രീതിയിലുള്ള ജോലി കിട്ടണില്ല, ജോലിയിലുള്ള തടസ്സങ്ങൾ, ഇന്റർവ്യൂ പാസ്സാവാൻ പറ്റുന്നില്ല, പലവട്ടം പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഇനി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ, ഈ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ കേട്ടത്, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ, ആ സമയത്ത് ഒരു അക്രൈസ്തവരായ ചില പേർക്ക് ഒരു അസൂയ, അതിന്റെ പേരിലുണ്ടായ ചില കാര്യങ്ങൾ, ചില ആഭിചാര്യ പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയിട്ട പോലെ. ഒരു കഴിഞ്ഞ ദിവസം കൊച്ചു പറയാ, ക്ലാസ്സിൽ ടോപ്പായിടുന്ന കൊച്ച് ഇന്നൊരു 0 മാർക്ക് തോറ്റുപോയിട്ട് ഒന്ന് മാത്രമല്ല, 1 മാർക്ക് പോലും നേടാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു ശക്തി. ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വേറൊരു കൊച്ചെന്ന് പറഞ്ഞ കൊച്ചിന്റെ അമ്മ എപ്പോഴും ചോദിക്കും, എന്തോ മാർക്ക് കിട്ടി, അങ്ങനെയുണ്ട്, അങ്ങനെ ചോദിച്ച് ഈ കൊച്ചിനെതിരെ എന്തോ വിചാരം ക്രിയ ചെയ്തു എന്നാ പറയാ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് നമ്മളെ കർത്താവിന്റെ മുമ്പില് നമ്മുടെ മക്കളെ നമ്മൾ അസൂയയോടുകൂടി ചെയ്യുന്നപ്പോ ഇന്ന് അനേകം പേര് അസൂയ മൂത്ത് വളരാതിരിക്കാൻ, പഠിക്കാതിരിക്കാൻ, ജയിക്കാണ്ടിരിക്കാൻ, ജോലി കിട്ടാതിരിക്കാൻ, മുന്നോട്ട് പോകാതിരിക്കാൻ, ഇനി ചില മക്കളെങ്കിലും വശീകരിച്ച് ചില ആത്മാക്കളെ കയറ്റി പ്രേമക്കുരുക്കിപ്പെടുത്തി അങ്ങനെ പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ മക്കളുടെ പഠനത്തെ, വിശുദ്ധ ജീവിതത്തെ, ജോലി മേഖലകളെ, അവരുടെ സാമ്പത്തിക മേഖലകളെ. ഇനി PR കിട്ടണില്ല, ഇനി പാർട്ട് ടൈം ജോലി കിട്ടണില്ല, എല്ലാ യോഗ്യതയും ഉണ്ട്, ജോലി കിട്ടണില്ല. അങ്ങനെ ഈ മേഖലകളിൽ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന ചില രൂപികളുണ്ട്. നമ്മുടെ മക്കൾ ജയിക്കരുത്, നമ്മുടെ മക്കൾ ജോലി കിട്ടരുത്, നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിച്ച് മുന്നേറി വിജയം വരിക്കരുത്, ഇന്റർവ്യൂ പാസ്സാകരുത്, ഇനി പരീക്ഷ പാസ്സായാലും അവർക്ക് ജോലി കിട്ടരുത്. എല്ലാ പേപ്പറും പൂർത്തിയായി, എഗ്രിമെന്റ് എഴുതി, അത് കഴിഞ്ഞപ്പോ വിളിച്ചു പറയാണ് സാധ്യതയില്ല, രക്ഷയില്ല. എത്രയോ കേസ്. നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ആധിപത്യങ്ങളെയും, അരൂപികളെയും, ചില ശക്തികളെയും, അത് എതിരെ നിൽക്കുന്ന എതിർ പ്രാർത്ഥനകള്, അതിനുവേണ്ടി ചെയ്ത ആഭിചാര്യ ക്രിയകള്, ക്ഷുദ്ര പ്രവൃത്തികൾ ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ഒരു പ്രേമക്കുരുക്കിൽ ചെന്ന് പെട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആൾ ആഗ്രഹിച്ചിട്ടും അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ എന്നെ വിട്ടു പോകാത്ത രീതിയിൽ ഞാൻ ചെയ്യും, ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ അവൻ എന്തൊക്കെയോ ക്രിയകൾ ചെയ്ത്. കൊച്ചു പറയാ, സ്വപ്നത്തെ പോലും അവൻ വന്ന് നിർബന്ധിക്കും, സ്വപ്നത്തെ പോലും. ഈ കൊച്ചിനെ ചിന്ത വിടാൻ പറ്റണില്ല, ഈ കൊച്ചിങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, പറ്റണില്ല. എന്റെ മക്കളെ, ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇന്ന് ലോകത്തിന്. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി നമ്മുടെ കർത്താവിന് മുമ്പില് കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ തടസ്സം, അരൂപികള്, സ്വാധീനങ്ങള്, ശക്തികള്, അന്ധകാര ശക്തികള്, അവരെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലൂടെയോ പാരമ്പര്യത്തിലൂടെയോ ചെയ്തു പോയ അകൃത്യങ്ങള്, പാപത്തിന്റെ ശക്തികള്, നാശത്തിന്റെ ശക്തികള്, മറ്റുള്ളവരെ കണ്ണീര് വീഴ്ത്തിയത്, ചില ശാപങ്ങള്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ മക്കളുടെ പഠനത്തെ, നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെ, നമ്മുടെ മക്കളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ആരോപികളും കർത്താവിന്റെ കുരിശുമാനത്തിലെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടണം. നമ്മള് ദാനിയേലിന്റെ കാലത്തിലല്ല ഇന്ന് ജീവിക്കുന്ന. പുതിയ നിയമത്തില് കുരിശിൽ മരിച്ച് പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ, സാത്താനെ പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ കരുണ, കുരിശിൽ വിജയമാഘോഷിച്ച കരുണയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കരുണ നമ്മെ ഇതിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അവകാശപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, മക്കളുടെ പഠനത്തിന് വേണ്ടി, ജോലി മേഖലകൾക്ക് വേണ്ടി കർത്താവിന് മുമ്പിൽ ഈ 19-ാം ദിവസം നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉപവാസവും, നമ്മുടെ നോമ്പും, നമ്മുടെ ത്യാഗ പ്രവർത്തികളും
നമ്മുടെ കരുണയുടെ ജപമാലയും വിശുദ്ധ കുർബാന നിയോഗം വെച്ച് മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ആരോപികളും ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഏത് മേഖലയിലൂടെയും നമ്മുടെ മക്കളുടെ ജീവിതത്തെ, പഠനത്തെ, ജോലിയെ, ഭാവി ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ, കൂദാശ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ആരോപികള്, എല്ലാ ശക്തികള്, എല്ലാ സ്വാധീനങ്ങള്, എതിർ പ്രാർത്ഥനകള്, അസൂയ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ചില ക്രിയകള്, ഇതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിനെ കുരിശിന്റെ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മുടെ മക്കളുടെ യുദ്ധം ഏറ്റെടുക്കട്ടെ. ഗബ്രിയേൽ, റഫായേൽ മാലാഖമാര് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ വളർച്ച, സാമ്പത്തിക മേഖല, ജോലി മേഖല എല്ലാം തടസ്സപ്പെടുന്ന അരൂപികളെ കൂടി നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ശക്തിയും നമ്മെ തടസ്സപ്പെടുത്താൻ പാടില്ലാത്ത വിധത്തില് കർത്താവിന്റെ ശക്തമായ ഇടപെടൽ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യാനീശോയെ, കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെയും ഇവരുടെ മക്കളെയും ഇവരുടെ കുടുംബത്തെയും വിജയത്തെയും ജോലി മേഖലകളെയും പഠനത്തെയും മറ്റെല്ലാ മേഖലകളെയും തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം ഈ മക്കളെ, ഇവരുടെ മക്കളെ, ഇവിടെ കുടുംബത്തെ, ജോലി മേഖലകളെ, പഠന മേഖലകളെ, വളർച്ചാ മേഖലകളെ, സാമ്പത്തിക മേഖലകളെ വിട്ടുപോകട്ടെ, നിർവീര്യമായി പോകട്ടെ. ഈശോയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ, ഈശോയുടെ തിരുമുറിവിന്റെ യോഗ്യതയാൽ, ഈശോയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ, ഈശോ അങ്ങ് മുറിവേൽപ്പിക്കപ്പെട്ട തിരുഹൃദയത്തിന്റെ യോഗ്യതയാൽ, അങ്ങ് ചിന്തിയ അമൂല്യ രക്തത്തിന്റെ യോഗ്യതയാൽ, അങ്ങ് വിജയം വരിച്ച വിജയത്തിന്റെ യോഗ്യതയാൽ, മരണത്തെ പരാജയപ്പെടുത്തിയ ആ ശക്തിയുടെ യോഗ്യതയാൽ, സാത്താനാധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ അപരിമേയമായ കുരിശുമരണത്തിന്റെ അനന്ത ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ വിട്ടുമാറി പോകട്ടെ. മാലാഖമാരെ അയക്കണമേ, കാവലേർപ്പെടുത്തണമേ, ദുഷ്ട സാന്നിധ്യങ്ങളെ മറിച്ചു മാറ്റണമേ, അവന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയണമേ. ഞങ്ങളുടെ മക്കളെയോ, മക്കളുടെ ഭാവി ജീവിതത്തെയോ, പഠനത്തെയോ, ജോലി മേഖലകളെയോ, ഇന്റർവ്യൂകളെയോ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളും അങ്ങയുടെ നാമത്തിൽ ഈ 19-ാം ദിവസത്തിന്റെ ഈ വലിയ നിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവീര്യമാക്കണമേ, വിടിവിക്കണമേ. സമാധാനവും സൗഖ്യവും ജീവനും വളർച്ചയും വലിയ വിജയം നൽകി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥത്തിനായിട്ട്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളും യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, അവരുടെ പഠനത്തെ, ജോലി മേഖലകളെ, ഭാവി ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ, പരാജയപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. കർത്താവ് ഞങ്ങളുടെ മക്കൾ വിജയം പ്രാപിക്കട്ടെ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. ഞങ്ങളുടെ മക്കൾ ജീവൻ പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. സാത്താന്റെ ആധിപത്യം തകർത്തെറിയണമേ. ഏതെങ്കിലും അരൂപികൾ ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലിയുടെ യോഗ്യതയാൽ, കർത്താവെ ഈ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അതെല്ലാം നീങ്ങിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, അടിയട്ടെ, പൊട്ടട്ടെ, തകരട്ടെ. ഞങ്ങളുടെ മക്കൾ നിവർന്ന് നിൽക്കട്ടെ.
ലേവിയുടെ പുസ്തകം 26:13 വചനം ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്താൻ പറ്റാത്ത വിധം ഊനിപ്പിച്ചു വച്ചിരിക്കുന്ന ആ കെട്ടുകളെ, നുകത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ഞങ്ങളുടെ മക്കളെ നിവർത്തി നിർത്തണമേ. പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന് മുമ്പിലേക്ക് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ അഭിഷേകവും ശക്തിയും വിടുതലും സംരക്ഷണവും നമ്മുടെ മക്കൾ പ്രാപിക്കാനും ദിവ്യകാരുണ്യത്തിന്റെ ജീവന്റെ സമൃദ്ധിയിൽ നമ്മുടെ മക്കൾ വിജയിക്കാനും മുന്നോട്ട് പോകാനും ഒന്നും ആരും നമ്മുടെ മക്കൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ 19ാം ദിവസത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. മക്കളെ പ്രാർത്ഥന സമർപ്പിച്ച് ഒരുങ്ങിക്കോ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും അതിശക്തമായി നമ്മിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ചൊരിയപ്പെടാനും തടസ്സപ്പെടുത്തുന്ന ആധിപത്യങ്ങള്, അധികാരങ്ങള്, ശക്തികള് നിർവീര്യമാക്കപ്പെടാനും വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി എല്ലാ മക്കളെയും എല്ലാ മേഖലയും സമർപ്പിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തമായ കരബലം പ്രകടമാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ എല്ലാ ആധിപത്യങ്ങളും അധികാരികളെയും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ വിടിവിക്കണമേ, വളർത്തണമേ, ജീവൻ നൽകണമേ, വിജയം നൽകണമേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.